പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ ഔദ്യോഗിക പ്രസംഗം രാഷ്ട്രീയ പ്രസംഗമാക്കി മാറ്റിയെന്ന ഗുരുതരമായ ആരോപണവുമായി കോൺഗ്രസ് സുപ്രീം കോടതിയിൽ. രാജ്യത്തെ പരമോന്നത പദവിയിലിരിക്കുന്ന വ്യക്തി ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി മുൻ MP TN പ്രതാപനാണ് സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്ക്രിയത്വമാണ് ഹർജിയിൽ പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. പ്രധാനമന്ത്രിക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുന്നതിൽ കമ്മീഷൻ പരാജയപ്പെട്ടുവെന്ന് TN പ്രതാപൻ ആരോപിക്കുന്നു. പ്രധാനമന്ത്രിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അടിയന്തര നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. രാജ്യത്ത് നിലനിൽക്കുന്ന തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഔദ്യോഗിക പദവിയിലിരുന്ന പ്രതിപക്ഷ കക്ഷികളെ രാഷ്ട്രീയമായി ആക്രമിക്കാൻ പൊതുമുതൽ ഉപയോഗിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് TN പ്രതാപൻ ഹർജിയിൽ വ്യക്തമാക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പ്രധാനമന്ത്രിക്കെതിരെ കടുത്ത ഭാഷയിൽ രംഗത്തെത്തി. മോദി മാതൃകാ പെരുമാറ്റച്ചട്ടം കാറ്റിൽ പറത്തിയെന്നും എതിരാളികളെ അടിച്ചമർത്താൻ സർക്കാർ സംവിധാനങ്ങളെ ആയുധമാക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനാധിപത്യത്തെയും ഭരണഘടനയെയും മോദി പരിഹസിക്കുകയാണെന്ന് ഖാർഗെ പറഞ്ഞു. ഒരു പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് പ്രത്യേക പവിത്രതയുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഓർമ്മിപ്പിച്ചു. അത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പക്ഷം പിടിക്കുന്നതായി മാറരുത്. പത്രസമ്മേളനങ്ങളെ ഭയക്കുന്ന പ്രധാനമന്ത്രി ഏകപക്ഷീയമായി സംസാരിക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. സ്ത്രീകളെ വെറും കവചമാക്കി മാറ്റി മണ്ഡല പുനർനിർണയത്തിലൂടെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനാണ് മോദി ശ്രമിച്ചതെന്ന് ജയറാം രമേശ് ആരോപിച്ചു. ഇതിന് പ്രധാനമന്ത്രി രാജ്യത്തെ സ്ത്രീകളോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും ദുർബലപ്പെടുത്തുന്ന നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവാദത്തിന് ആധാരമായത് വനിതാ ബില്ലിനെ കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയാണ്. വനിതാ ബില്ല് മുൻപ് പാസ്സാകാത്തതിൽ സ്ത്രീകളോട് മാപ്പ് ചോദിക്കുന്നുവെന്ന് പറഞ്ഞ മോദി ഇതിന്റെ ഉത്തരവാദിത്തം പ്രതിപക്ഷത്തിനാണെന്ന് കുറ്റപ്പെടുത്തിയിരുന്നു. ബില്ലിന്റെ ഭ്രൂണ ഹത്യയാണ് പ്രതിപക്ഷം നടത്തിയതെന്ന പ്രധാനമന്ത്രിയുടെ പ്രയോഗം വലിയ വിവാദത്തിന് തിരികൊളുത്തി. എല്ലാ മേഖലകളിലും വനിതാ പങ്കാളിത്തം ഉറപ്പാക്കുകയായിരുന്നു തന്റെ ലക്ഷ്യമെന്നും എന്നാൽ പ്രതിപക്ഷം അത് തടഞ്ഞുവെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി പറഞ്ഞു. ഈ പ്രസ്താവന തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ വാദം. ജോൺ ബ്രിട്ടാസ് MPയും പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇത്രയും വില കുറഞ്ഞ രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന പദവിയുടെ അന്തസ്സിന് ചേർന്നതല്ല. വനിതാ സംവരണ ഭേദഗതി ബിൽ പാർലമെന്റിൽ പരാജയപ്പെട്ടതിന്റെ പകപോക്കാനാണ് മോദി ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് ബ്രിട്ടാസ് ആരോപിച്ചു. പ്രധാനമന്ത്രിക്ക് വേണമെങ്കിൽ ഈ കാര്യങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യാമായിരുന്നു. എന്നാൽ അവിടെ മൗനം പാലിച്ചു. പിന്നീട് ലഭിച്ച സവിശേഷ അധികാരം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രസംഗം നടത്തിയത് തരം താണ നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷ് MPയും പ്രധാനമന്ത്രിയുടെ നടപടി അപലപിച്ചു. ഔദ്യോഗിക റേഡിയോ ടെലിവിഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെ ബാധിക്കുമെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. ഭരണഘടനാ സ്ഥാപനമായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രിക്ക് മുന്നിൽ മുട്ടുമടക്കുകയാണെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ആരോപിക്കുന്നു. പെരുമാറ്റച്ചട്ടലംഘനം നടന്നുവെന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടിട്ടും കമ്മീഷൻ മൗനം പാലിക്കുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നാണ് ഇവരുടെ പക്ഷം. പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേവലം ഒരു സർക്കാർ അറിയിപ്പല്ല, മറിച്ച് രാഷ്ട്രീയ വോട്ട് ബാങ്ക് ലക്ഷ്യമുള്ള പ്രചാരണമായിരുന്നുവെന്ന് TN പ്രതാപൻ തന്റെ ഹർജിയിൽ അക്കമിട്ട് നിരത്തുന്നു. സർക്കാർ ചെലവിൽ നടത്തുന്ന ഇത്തരം പരിപാടിയിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഒഴിവാക്കണമെന്ന മുൻ ഉത്തരവുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും തുല്യ അവകാശമുള്ളവരാണ്. എന്നാൽ പ്രധാനമന്ത്രി തന്റെ പദവി ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ ജനമധ്യത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് നീതിയല്ലെന്ന് കോൺഗ്രസ് വക്താക്കൾ പറയുന്നു. വനിതാ ബില്ലിലെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനാണ് ഈ നീക്കമെന്നും അവർ ആരോപിക്കുന്നു. വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നതോടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രീതികളിൽ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഔദ്യോഗിക പദവികളും സംവിധാനങ്ങളും എത്രത്തോളം രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ച് കോടതിയുടെ വ്യക്തമായ മാർഗനിർദ്ദേശം കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. BJP ഈ ആരോപണങ്ങളെ തള്ളിക്കളയുകയാണ്. പ്രധാനമന്ത്രി രാജ്യത്തോട് സത്യം പറയുക മാത്രമാണ് ചെയ്തതെന്നും പ്രതിപക്ഷത്തിന്റെ വിഭ്രാന്തിയാണ് ഇതിന് പിന്നിലെന്നുമാണ് BJP കേന്ദ്രങ്ങളുടെ പ്രതികരണം. എന്നാൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമരമുറകളുമായി മുന്നോട്ട് പോവുകയാണ്. സ്ത്രീ സംവരണം എന്ന വൈകാരികമായ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാടുകൾ തുറന്നു കാട്ടുക മാത്രമാണ് പ്രധാനമന്ത്രി ചെയ്തതെന്നാണ് കേന്ദ്രമന്ത്രിമാരുടെ വാദം. എന്നാൽ ഇത് ഔദ്യോഗിക പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത് തന്നെയാണ് നിയമപരമായ തടസ്സമായി കോൺഗ്രസ് ഉയർത്തുന്നത്. മാധ്യമങ്ങളെ കാണാൻ മടിക്കുന്ന പ്രധാനമന്ത്രി ഇത്തരം ഏകപക്ഷീയമായ പ്രസംഗങ്ങളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ജയറാം രമേശ് ആവർത്തിച്ചു. ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നുവെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമായിരുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു. സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി
വരും ദിവസങ്ങളിൽ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പരിഗണിച്ചേക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി വിശദീകരണം തേടുകയാണെങ്കിൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയാകും. രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് ഈ നീക്കത്തെ നോക്കിക്കാണുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അന്തസ്സും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കാൻ നിയമ പോരാട്ടം തുടരുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള പ്രധാനമന്ത്രിയുടെ അവകാശത്തെ ബഹുമാനിക്കുമ്പോൾ തന്നെ അത് ദുരുപയോഗം ചെയ്യുന്നത് തടയേണ്ടത് അനിവാര്യമാണെന്ന് പാർട്ടി വിശ്വസിക്കുന്നു.